ഇവിടെ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ശിശുരോഗ വിഭാഗം, നേത്രരോഗം, അസ്ഥിരോഗം, സ്ത്രീരോഗം, ത്വക്ക് രോഗം, കിടത്തി ചികിത്സാ സൗകര്യം. കൊള്ളാലോ മലപ്പുറം താലൂക്ക് ആശുപത്രി. ചേട്ടാ, ഈ ബോർഡിലുള്ളതുപോലെയൊക്കെ തന്നെയാണോ ഇവിടുത്തെ കാര്യങ്ങൾ? ഹോസ്പിറ്റലിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെയാണ്. അതിനൊന്നും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിക്കാണ്. പക്ഷെ അതിൻ്റെ അകത്ത് കടന്നാലാണ് ആകെ പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ ഉള്ള അവസ്ഥയിലാണ്. എന്ത് വിശ്വാസത്തിൽ ഇപ്പോൾ ഇതിലൊക്കെ പോയിട്ട് രോഗികളെ അഡ്മിറ്റ് ചെയ്യാതൊക്കെ ചെയ്യാൻ പറ്റുക? ആ പറഞ്ഞത് ശരിയാണ്. മലപ്പുറം താലൂക്ക് ആശുപത്രി വലിയ അപകടാവസ്ഥയിലാണ്. റെസ്റ്റ് റൂം മുതൽ ശസ്ത്രക്രിയാ വാർഡ് വരെ സിമന്റ് പാളികൾ അടർന്നു വീഴാറായ അവസ്ഥയിലാണുള്ളത്. വർഷങ്ങളേറെയായി ഇതിങ്ങനെ കിടക്കുന്നു. ജീവനക്കാരും രോഗികളുമെല്ലാം അത്യധികം ഭയത്തോടെയാണ് ഇവിടെ എത്തുന്നത്. ഭിത്തികൾ അടർന്നു വീഴുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മഴവെള്ള ചോർച്ചയുമുണ്ട്. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ഒരല്പം ആശങ്കയുമുണ്ട്. എങ്ങാനും മേൽക്കൂരയിലെ സിമന്റ് പാളികൾ അടർന്നു വീണ് ദേഹത്ത് പതിച്ചാലോ? ഞാൻ എൻ്റെ കാലിനൊരു ശസ്ത്രക്രിയക്ക് വേണ്ടി സൗകര്യങ്ങൾ ഇപ്പോൾ അവിടെ പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ അവിടെ ആയിരുന്നു ആദ്യം കിടന്നിരുന്നത്. പിന്നെ അവിടെ ആൾ പോയപ്പോൾ അങ്ങോട്ട് മാറി കിടന്നാണ്. പിന്നെ അത് തലയ്ക്ക് ഉഗ്ഗോന്നൊരു പേടിയുണ്ടായിരുന്നു. ബിൽഡിംഗ് ഒക്കെ കുറച്ച് നല്ലതായിരിക്കും നല്ലത്. കടക്കാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ. ഈ 3 നിലപ്പം അടർന്ന് വീഴൊന്നും പേടിയാണ്. പിന്നെ കുറച്ച് ഇതൊക്കെ വികസനമൊക്കെ വരണം. പിന്നെ ടോയ്ലറ്റ് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ടോയ്ലറ്റ് ചെറുതാണ്. രോഗികളെ കിടത്തേണ്ട കട്ടിലെല്ലാം ഇങ്ങനെ കസേരകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗികളെ മാറ്റുന്ന വാർഡിൻ്റെ അവസ്ഥയാണിത്. അതായത് ഇവിടെ ഇനി രോഗികളെ കിടത്താൻ പറ്റില്ല. അത്രയും അപകടാവസ്ഥയിലാണ് ഈ വാർഡ്. 1969 ഗവൺമെൻറ് ബേസിക് ട്രെയിനിങ് സ്കൂളിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലായി തുടങ്ങിയ കെട്ടിടമാണ് പിന്നീട് താലൂക്ക് ആശുപത്രിയായി മാറിയത്. നേരത്തെ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ അടർന്നു വീണിരുന്നു. മഴക്കാലമായതോടെ സ്ഥിതി രൂക്ഷമാകുമെന്നായി. കെട്ടിടത്തിൽ അപകടം പതിയിരിക്കെ പകരം സംവിധാനം ഒരുക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. അടിയന്തരമായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടുകയും അതിനകത്ത് ആശുപത്രി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുന്നതിന്, കൃത്യമായി നമുക്കൊരു സൗകര്യപ്പെട്ട ഒരു സ്ഥലം കണ്ടെത്തുന്നതിന് ഒരു 3 അംഗ സമിതിയെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ സമിതി പല സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ചെയർമാന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം DMOയും ഈ പറഞ്ഞ ഗൗരവാവസ്ഥ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് തൽക്കാലം ഈ പറഞ്ഞ ആ ജീർണാവസ്ഥയിലുള്ള കെട്ടിടത്തിലെ വാർഡുകളിലേക്ക് അഡ്മിഷൻ നിർത്തുകയും ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികളുടെ സുരക്ഷിതത്വം, ജീവനക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മൾ ഉള്ള സൗകര്യത്തിൽ തൽക്കാലം രോഗികളെ മാറ്റി കിടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലായതിനാൽ പുതിയ കെട്ടിടമൊരുക്കണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ NOC നൽകണം. ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും എവിടെയും എത്തിയിട്ടില്ല. താൽക്കാലികമായി രോഗികളെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ആലോചനയുണ്ടെങ്കിലും നഗരസഭ യോഗം ചേർന്ന് തീരുമാനമാക്കുന്നതുവരെ കാത്തിരിക്കുകയും വേണം. ഏറെക്കുറെ 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. അത് കാലാനുസൃതമായി സൗകര്യപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് DPR നൽകി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മൈനോറിറ്റി ജില്ലകളിലേക്കുള്ള PMGVK പദ്ധതി പ്രകാരം 10 കോടി രൂപയോളം അതിന് സെൻട്രൽ ഗവൺമെൻറ് അലോട്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ NOC ലഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അധികാരികളുടെ ഒക്കെ നിരന്തരമായിട്ട് ശ്രദ്ധപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു എന്നല്ലാതെ ഉദ്ദേശം 3 വർഷത്തോളമായിട്ട് അതിൻ്റെ NOCക്ക് വേണ്ടി ഞങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ് അടിയന്തരമായിട്ട് NOC അനുവദിക്കാൻ വേണ്ട നടപടി എടുക്കണം. അത് ഇനിയും ഡിലേ വന്നാൽ ഈ ഫണ്ട് വിഡ്രോ ചെയ്യും സെൻട്രൽ ഗവൺമെൻറ്. മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ എന്താണോ ചെയ്യാനുള്ളത് അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം രോഗികളുടെ കാര്യമാണ്, ഒപ്പം ജീവനക്കാരുടെയും.